പ്രിയങ്കരിയായ കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ലെക്സി ജോയ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സദസ്സം വളരെ സമ്പന്നമാണ്. ഏറെ പ്രിയമുള്ള 25-ാം വാർഡിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമതി ലെക്സി ജോയി ഈ വാർഡിൻ്റെ കൗൺസിലറായി വന്ന അന്ന് മുതൽ കഴിഞ്ഞ 5 വർഷമായി വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പരിസ്ഥിതി ദിനാചരണവും. അതുപോലെ തന്നെ ഈ വാർഡുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. എനിക്ക് തോന്നുന്നു ഈ വർഷങ്ങളിലെല്ലാം, മുൻവർഷങ്ങളിലെല്ലാം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുവാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വർഷവും ഒരു കുറവും വരുത്താതെ കൂടുതൽ വിപുലമായി ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞതുപോലെ 25-ാം വാർഡ് എല്ലാ അർത്ഥത്തിലും വളരെ സമ്പന്നമാണ്. ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, അങ്കമാലിയിലെ ഒരു VIP വാർഡാണ് ഈ 25-ാം വാർഡ് എന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന, സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളെല്ലാം താമസിക്കുന്ന ഒരു വാർഡാണ് 25-ാം വാർഡ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, വേദിയിലേക്ക് നോക്കിയാലും സദസ്സിലേക്ക് നോക്കിയാലും ഒക്കെ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന, ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന നിരവധി മുഖങ്ങൾ ഇവിടെ സന്നിഹിതമാണ്. അപ്പോൾ ഈ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതായ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാനും ഒരു ആദരവ് കൊടുക്കാനും സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് വാർഡ് കൗൺസിലർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അതിന് മുൻകൈ എടുക്കുന്ന വാർഡ് കൗൺസിലറെ ഞാൻ അവസരത്തിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജന്മദിനത്തിൽ തന്നെ ഇത് നടത്താനായിട്ട് കാണിച്ച പ്രത്യേക ശ്രദ്ധയെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ജന്മദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ശ്രീമതി ലെക്സി ജോയിക്ക് നേരുകയുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി ദിനം ജൂൺ 5 കഴിഞ്ഞു പോയതേ ഉള്ളൂ. എല്ലാവരും 5-ാം തീയതി വളരെ കൃത്യമായി പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സമയമാണ് ഇപ്പം കടന്നുപോയത്. നമ്മൾ ഈ പരിസ്ഥിതി ദിനം 5-ാം തീയതി ആണെങ്കിലും കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികളും ഒക്കെയുണ്ട്. നമ്മുടെ പരിസ്ഥിതി തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു കാലഘട്ടം നേരത്തെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ജൂൺ 1 ക്ലാസ് തുറക്കുന്നു. ജൂൺ 1 ക്ലാസ് തുറക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ മഴക്കാലവും വന്ന് മഴക്കാലത്തെ വരവേറ്റുകൊണ്ടാണ്, മഴ നനഞ്ഞാണ് പലരും അന്ന് സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇത്തവണ എന്തായാലും വലിയ മാറ്റം ഉണ്ടായില്ല. എന്തായാലും ജൂൺ ആരംഭത്തിൽ തന്നെ മഴ ലഭിച്ചു. അതുകൊണ്ട് പക്ഷേ അതിന് മുമ്പ് തന്നെ മഴ നമുക്ക് ലഭിച്ചു തുടങ്ങി. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ജൂൺ മാസമായാലും നമുക്ക് മഴ ലഭിക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ കർക്കിടക മാസത്തിൽ ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിശക്തമായ മഴ പെയ്യുന്നു, വെള്ളം പൊങ്ങുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ അങ്ങനെ കാലാവസ്ഥയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് അതിശക്തമായ ഒരു കാറ്റടിച്ചാൽ തന്നെ ഒരു പ്രദേശത്തെ കൃഷി പൂർണ്ണമായിട്ട് നശിക്കുന്നു, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അങ്ങനെ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വേനൽക്കാലമായി കഴിഞ്ഞാൽ അസഹനീയമായ ചൂട് ഓരോ വർഷം കഴിയുമ്പോഴും ചൂടിന്റെ തോത് വർദ്ധിച്ചു വരികയാണ്. അപ്പം അങ്ങനെ നമ്മുടെ നാട്, നമ്മുടെ ഭൂമി, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏറെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾക്കെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ നാട് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് അടുത്ത തലമുറയ്ക്ക് അതിനേക്കാൾ നല്ലൊരു നാടായി കൈമാറ്റം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമാണ്.
അപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇതുപോലൊരു പരിപാടിയിൽ എത്തിച്ചേരുന്നത്. വരാൻ സാധിച്ചതിലും നിങ്ങളിവിടെ നൽകിയ സ്നേഹത്തിനും കേക്കിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. വലിയ ഒരു വിജയം ലഭിച്ചു. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു വിജയമാണ് ലഭിച്ചത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള വലിയൊരു ഭൂരിപക്ഷത്തിലാണ് ലഭിച്ചത്. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ കടന്നു വരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഭാഗ്യമെന്ന് മാത്രം പറഞ്ഞാൽ അത് നിങ്ങളെല്ലാം ചെയ്ത പ്രവൃത്തി കുറച്ച് കാണിക്കലാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും പിന്തുണയും ഒക്കെ അതിലുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്തും പലരും എല്ലാവരും കാണുന്ന സമയത്തൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പലരും പറയും മന്ത്രിയായിട്ട് വരണം എന്നൊക്കെ പറയാറുണ്ട്, കൊടിവെച്ച കാലം വെക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പലരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സഹകരണം കൊണ്ടും പിന്തുണ കൊണ്ടും ഒക്കെയാണ് ഈ സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിച്ചത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആ കടപ്പാടും നന്ദിയും എന്നും ഈ നാടിനോട് നിങ്ങളോട് ഓരോരുത്തരോടും ഉണ്ടാകും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇത്രയും ഭംഗിയായി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത വാർഡിന്റെ കൗൺസിലർ ശ്രീമതി ലക്സി ജോയി, അതോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾ, അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പാലക്കപ്പള്ളി അച്ഛനുണ്ട്, മറ്റു വാർഡുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം ഈ ചടങ്ങിനെ ഏറെ ധന്യമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.